ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരിടം വരെ പോവാൻ കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ടൊക്കെ നിങ്ങൾ കാണുന്ന വീഡിയോസുകളൊക്കെ നമ്മളിപ്പോൾ കൊണ്ടുവന്ന കളക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന സെറ്റ് മുണ്ടുകളും കാര്യങ്ങളൊക്കെ വേഗം തന്നെ സെയിലാവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ വെച്ച് കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള കുറച്ച് സാധനങ്ങൾ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കൂത്താമ്പള്ളിയിലേക്ക് പോകാനായിട്ട് കുറച്ച് സെറ്റ് മുണ്ടും സെറ്റ് സാരിയും ഒക്കെ ഒന്ന് നോക്കാനായിട്ട്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല കേട്ടോ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. റേറ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ലയെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ സാധനങ്ങൾ നല്ലതായിരിക്കും. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടെന്നുള്ളത് കേട്ടിട്ടാണ് ഞാനപ്പോൾ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചത്. അപ്പം അന്ന് ഒരു മുടക്ക ദിവസം എന്തോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ചേട്ടനും വന്നാൽ ശരി പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൻകുട്ടിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ ടാറ്റ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ. പക്ഷേ അത്യാവശ്യം നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അത് കാരണം ഞങ്ങൾക്ക് 2 മനസ്സൊക്കെ ആയിരുന്നു, പോണോ പോണ്ടേ, ആകെ ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പോയത്. പക്ഷേ മഴ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടിപ്പിച്ചൊന്നുമില്ല. എന്നാലും ചിലയിടത്തൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങുമ്പോഴൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരുപാട് നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് തൃശ്ശൂർ ജില്ലയാണെന്നൊക്കെ പറഞ്ഞാലും അത്യാവശ്യം ദൂരമുണ്ട്. പോകുമ്പോഴൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കുറേയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ നല്ലതിങ്ങനെ എന്താ പറയുക, കോടയൊക്കെ മൂടിയൊക്കെ കിടക്കുന്ന പോലെയൊക്കെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണനും കല്യാണിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കല്യാണിക്ക് അങ്ങനെ വലിയ രീതിയിലൊന്നും യാത്ര എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പുറത്തേക്ക് നോക്കിയിരിക്കുക അങ്ങനെയൊന്നുമില്ല. വണ്ടിയുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ആളുടേതായിട്ടുള്ള പണികളൊക്കെ ഒപ്പിച്ചിങ്ങനെ ഇരിക്കുകയുള്ളൂ കേട്ടോ. അല്ലാതെ കാഴ്ചകൾ കാണുന്നതിനോടൊന്നും ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. ഈ കുതിരേൻ്റെ അടുത്ത് ആ തുരങ്കം കണ്ടപ്പോൾ അവളാണ് കേട്ടോ ആ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടലുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വീട്ടിൽ ഊണെന്നൊക്കെ പറഞ്ഞ് കണ്ടു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അവിടുത്തെ ചേച്ചി നമ്മളുടെ സബ്സ്ക്രൈബറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം എന്നൊക്കെ പറഞ്ഞു. ചേച്ചി കാണാനായിട്ടൊക്കെ ആഗ്രഹിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ചേട്ടനും മക്കളും വണ്ടിയിലാണ് ഇരുന്നത്. പിന്നെ ഞാൻ തിരിച്ച് പോയിട്ടാണ് സാധനങ്ങളൊക്കെ എടുത്തതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ഒരു തൃപ്തി കുറവൊക്കെ ഉണ്ടായിരുന്നു തന്നെ പോയൊക്കെ എടുക്കുമ്പോഴേ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നൈറ്റ് തന്നെ ആയിട്ടോ അവിടെ നിന്ന് തിരിച്ചൊക്കെ വരുമ്പോൾ. പിന്നെ നമ്മളുടെ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ കൊടകര കൂടി അങ്ങനെയാണ് വന്നത്. അവിടെയാണെങ്കിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ രാത്രി വന്നപ്പോൾ തന്നെ വയ്യാണ്ടായിട്ടോ. പിന്നെ കല്യാണി ഇതിനെ വേഗം കുളിപ്പിച്ച് അവൾ കിടന്നു. ഞാൻ എൻ്റെ കണ്ണൻകുട്ടീനെ ഒന്ന് മേല് കഴിക്കാനായിട്ടൊക്കെ ഡ്രസ്സൊക്കെ ഊരി എടുത്ത് അവനെയൊക്കെ ഉറക്കി ഒക്കെ വന്നിട്ട് ഞാൻ കുറച്ച് നേരം നമ്മൾ കൊണ്ടുവന്ന് സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിയിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്തതുപോലെ നമ്മൾ എന്തൊക്കെ എടുത്തേ അതൊക്കെ നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ടു എന്നല്ലാതെ ഏതാന്നൊക്കെ ഞാൻ കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ.